മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്മയും മോനും ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിന്ദു ആന്റി ആൻഡ് ഷൈനു. കുഞ്ഞിക്കവിൾ മേഘമേ. നിങ്ങളുടെ വീഡിയോസിൽ അമ്മയാണ് ഷൈനുവിനേക്കാളും ഭയങ്കര എനർജി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു വീഴുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ശരിക്കും വീണതാണോ? അതില് കുറെ കമന്റ് വന്നിട്ടോ, നീ എന്താ അമ്മനെ ഊതിട്ട് മറ്റേ അങ്ങനെ ഇങ്ങനെ ആക്കുന്ന അമ്മനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, എന്റെ മോൻ രാത്രി ഫുൾ മെസ്സേജ് അയക്കും, ചെക്കൻ രാത്രിയായ കുണുകുണു 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 പറയണ്ട്. നിങ്ങളുടെ മുഖർ കാണാൻ സൂപ്പർ ആയിട്ട്. ഇതൊക്കെ പൊട്ടിയാണ്, ഇതൊക്കെ പൊട്ടിയാണ്. സത്യം പറയാലോ, നിങ്ങളുടെ മുഖർ കാണാൻ സൂപ്പർ ആയിട്ട്. നിങ്ങളെ ഹാപ്പിനെസ് നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ്സിന് എല്ലാവർക്കും ഉണ്ട് അവരുടെ ഹാപ്പിനെസ്സിന് പുറകിൽ ഒരു സങ്കടവും. എന്റെ ലൈഫിൽ നിന്ന് ശരിക്കും എന്റെ അമ്മ മിസ്സാകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാ, അമ്മയ്ക്ക് ഇങ്ങനെ അസ്മാരത്തിനൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ തല്ലിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അമ്മ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അച്ഛൻ കുടിച്ചു വന്നു കഴിഞ്ഞാൽ അടിയാ, നല്ല അടി അടിക്കും. അപ്പോൾ അമ്മയാണെന്നോ മകനാണെന്നോ ഒന്നും നോക്കില്ല അച്ഛൻ. അമ്മ അന്ന് ഗർഭിണിയായിരുന്നു. അപ്പോൾ എനിക്കൊരു അനിയത്തി കൊച്ച് ഉണ്ടായിരുന്ന ചാൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ മിസ്സായി. എന്താ പറഞ്ഞാൽ അമ്മൻ്റെ ലൈഫ് അന്ന് ഭയങ്കര ഇതായിരുന്നു. അമ്മനെ മാക്സിമം എത്ര ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആക്കോളൂ മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്മയും മോനും ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിന്ദു ആന്റി ആൻഡ് ഷൈനു. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നില്ല, ഇവരെ കൊണ്ട് തന്നെ പറയുന്നത്. നമ്മൾ ഇവരെ വീഡിയോയിൽ കുറെ വട്ടം കേട്ടതായിരുന്നു ആ ഇൻട്രൊഡക്ഷൻ. ആന്റി ഓക്കെ? എന്നാ പറ അമ്മ. എന്താ മക്കളെ, സുഖല്ലേ? എനർജി ഇല്ലേ? അമ്മ സംഭവം എന്താ അറിയാ, ഇവിടെ ഇങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കല്ലേ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പറയമ്മ, നേരെ പറ, ഉഷാറായി പറ. മക്കളെ സുഖല്ലേ? അപ്പൊ ഈ 2026 ഫസ്റ്റ് 26 ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് തോന്നുന്നു അല്ലേ? അതെ ഇന്റർവ്യൂ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഫസ്റ്റ് ടൈം ആണ്. നമുക്ക് ടെൻഷൻ ഉണ്ടാ? ഇല്ല, പക്ഷെ കണ്ടപ്പോട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോസിൽ അമ്മയാണ് ഷൈനുവിനേക്കാളും ഭയങ്കര എനർജി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മയാണ് എന്നെ കിളി പറയും മാതിരി ആക്കണത്. അമ്മയാണ് മിണ്ടേ ഇല്ല ഇപ്പോൾ അവിടെ വന്നിട്ട്. എന്നാ പറയടി മോനെ, എന്താ പറയുന്നത്? അവിടെ പറ അമ്മ, അവിടെ പറ. എന്താണ് എന്താ അതൊക്കെ നിങ്ങൾ ചോദിച്ചാലേ പറയുള്ളൂ. ഞങ്ങൾ എന്താ ഇല്ലെങ്കിൽ എന്താ പറയുന്നത് അവസാനം വരെ ഇങ്ങനെ പറഞ്ഞോളൂ. നിങ്ങളുടെ വീഡിയോ ഇല്ലേ, നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ കാണാറുണ്ട് പാർട്ട്നേഴ്സിന്, അതായത് ഭാര്യനെയും ഭർത്താവിനെയും അങ്ങനെയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. പക്ഷെ അമ്മേനെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആ ഐഡിയ അമ്മേൻ്റെതാണോ മോൻ്റെയാണോ? ശരിക്കും അത് എന്റെ ഐഡിയ തന്നെയാണ്. ബേസിക്കലി അമ്മ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് പെട്ടെന്നായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഒന്നും അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 വീഡിയോ ഈ മറ്റേ ടിക്ടോക്ക് ഒക്കെ അറിയുന്ന സമയത്ത് അമ്മ ഒരു ദിലീപിന്റെ ഒരു സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ വീഡിയോയിലേക്ക് വന്ന പാടെ ഈ ലൈവിന്റെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കഥ മാറിയത്. അപ്പൊ അമ്മ അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് കുറച്ചുകൂടെ നല്ലത് കേട്ടോ, അതാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അമ്മ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞ അമ്മേന്റെ ഭാഷയിൽ പറ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയായിരുന്നു ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ? എങ്ങനെയും കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല നാട്ടുകാരൊക്കെ? എല്ലാവരും കുറ്റം തന്നെ പറഞ്ഞു. അതെയാ? എന്താണിത്, ഇങ്ങനെയാണ് ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാര്. പിന്നെ നല്ല അഭിപ്രായങ്ങളായി. ഒരു വീഴുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ശരിക്കും വീണതാണോ? സംഭവം എന്താ പറഞ്ഞാ, ഞാൻ അമ്മനെ കൊണ്ട് പറഞ്ഞു അമ്മ വന്നിട്ട് എന്റെ കൈക്കന്ന് കിടക്ക്, അപ്പൊ എന്നിട്ടാണല്ലോ കറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ അമ്മ വന്നവിടെ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കാൻ കൈ ഇങ്ങനെ കാണിച്ചോളൂ. അപ്പോഴേക്കും അമ്മ എന്റെ മേലുള്ള വിശ്വാസം കൊണ്ട് കിടന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് പിടിക്കാൻ എനിക്ക് പറ്റിയില്ല, അങ്ങനെയാണ് കൈന്ന് പോയത്. പിന്നെ അതിൽ കുറെ കമന്റ് വന്നിട്ടോ, നീ എന്താ അമ്മനെ ഊതിട്ട് മറ്റേ അങ്ങനെ ഇങ്ങനെ ആക്കുന്ന അമ്മനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ കുറെ മെസ്സേജ്, കൊണ്ടമാനം മെസ്സേജ്, ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ അടുത്ത ഡേക്ക് തന്നെ നമ്മൾ ആ സാധനം സെറ്റ് ആക്കി. വേഞ്ചൊന്നും അറിയില്ല. അമ്മേനെ തോന്നുന്നല്ലേ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഷൈനിനെക്കാളും? അമ്മനെയാണ് ഭയങ്കര ഇഷ്ടം. അത് വെച്ചിട്ടാണ് നമ്മളെ പിടിച്ചിരിക്കണ്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റ് ഒക്കെ നോക്കാറുണ്ടോ? ഉണ്ണി പറയും, അപ്പൊ ഞാൻ അറിയും. അതെയോ? ഉണ്ണി പറയും. അമ്മ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നേ? അമ്മ സിമ്പിൾ ആയിരിക്കും. അമ്മ അമ്മേന്റെ ഭാഷ സംസാരിക്ക്. എന്താണ് മകനെ ചോദിച്ചോ? എന്തെങ്കിലും ഭാഷയിൽ എന്നോട് എന്തെങ്കിലും സംസാരിക്ക്. ചോറിനടി മകളെ, ചോദിക്കടി മകളെ. എന്താണ് മകളെ, ചോറുണ്ടാ? 12:30 ചോറുണോ?
ചായ കുടിച്ച എന്റെ ആ, മകൻ. ചായ അടിച്ച് എനിക്കൊന്ന് പാലക്കാട് ഭാഷ പാലക്കാട് സംസാരിക്കാം ഭാഷയില് എന്താ നിങ്ങക്ക് വേണ്ടത്? നിങ്ങളുടെ മുഖറ് കാണാൻ സൂപ്പർ ആയിട്ട് ഇതൊക്കെ പൊട്ടിയാണ് ഇതൊക്കെ പൊട്ടിയാണ്. സത്യം പറയാലോ, നിങ്ങളുടെ മുഖറ് കാണാൻ സൂപ്പർ ആയിട്ട്. ഓ ചേച്ചിയേ, ഇത് ഹൈലൈറ്റിൽ ഇടാൻ പറയാം. എന്താ ചന്തമാമല്ലേ, പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ കയറണം കേട്ടൊക്കെ ഇഷ്ടപ്പെട്ട്. എന്താണ് ഇല്ലേ? ആവൂ. പിന്നെ പറയ് നിങ്ങള് പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു പട്ടി ഉണ്ടല്ലേ, അമ്മ പട്ടിയാണോ മോനാണോ നല്ലത്? അമ്മക്ക് പട്ടീനോട് അങ്ങോട്ട് കുറച്ച് താല്പര്യം കൂടുതലല്ലേ? പറഞ്ഞതൊക്കെ കേൾക്കും. നല്ല പോലെ പറഞ്ഞതൊക്കെ കേൾക്കും അവള്. ഒരു പക്ഷെ നന്നായിട്ട് പറഞ്ഞാൽ കേൾക്കും തോന്നുന്നല്ലേ. പിന്നെ അടുക്കളയിൽ തീയിടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ, സംഭവം അത് സംഭവം ഞാൻ ലൈവ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അച്ചാർ ഉണ്ടാക്കി പറഞ്ഞ ഭയങ്കര പിടിപ്പെട്ട പരിപാടിയാ. അപ്പൊ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണ. എന്നാ നോക്കണ്ടേ, മോപ്പിട്ട് നോക്കി നിന്ന് ആയില്ലല്ലോ. പോഞ്ഞുകൊണ്ട് കണ്ണിയോടെ അടിയോടെ കത്തിയപ്പോ അമ്മ എന്ത് പറഞ്ഞ മറ്റെന്താ പറയാ, ഗ്യാസിൽ നിന്ന് ഇറക്കി താഴെ വെച്ചു. എന്നാ പിന്നെ ആ താട്ടെ പറഞ്ഞ കത്തി കഴിഞ്ഞിട്ട് അമ്മ എന്നെ പറയുകയും ചെയ്തു. ലാസ്റ്റേ കെടുവോ പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് തെളിച്ചു. അല്ല, അമ്മ പറഞ്ഞു തീ കെട്ടോളും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആദ്യം അങ്ങനെ പറഞ്ഞു. ഒന്നുകൊണ്ട് കേട്ടി വെള്ളം വന്നു അങ്ങനെ മുക്കി ഒഴിച്ചു. അങ്ങനെ പെരയോടെ പുസ്കനി ആയി. അത് ഇല്ല, പെര കത്തിയൊന്നുമില്ല, അത് പുസ്കനല്ലേ. അത് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനം പുസ്കനല്ലേക്കളല്ല. അതുപോലെ കുറെ വീഡിയോസിൽ കാണുന്ന സമയത്ത് കൃഷിയൊക്കെ ചെയ്യും തോന്നല്ലോ. അത് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നതാണോ? ഇല്ലല്ല, കൃഷിയൊക്കെ ചെയ്യും അല്ലേ? ചെയ്യുന്നതാണ്. അതെയാ, അമ്മ എന്തൊക്കെ ചെയ്യല്? എല്ലാ പണിയും ചെയ്യും. പാടത്ത് എന്തൊക്കെ പണിയുണ്ടോ അത് ചെയ്യും. പിന്നെ കെട്ടുപണി ചെയ്യും, കളപണി ചെയ്യും, എല്ലാ പണിയും ചെയ്യും. തൊഴിലുറപ്പിന് പോവും. അപ്പൊ പൊതുവെന്ന് വെച്ചാൽ നമ്മള് ഈ അമ്മ മോന്നുള്ള വീഡിയോസ് കാണും. ഇപ്പം കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ അമ്മേനൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഭയങ്കര കുറവാണ്. അങ്ങനെ അമ്മേനെ ഉൾപ്പെടുത്താൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോയിലേക്ക് അമ്മനെ കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്താ പറഞ്ഞാൽ അമ്മന്റെ ഹാപ്പിനെസ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കം എന്നെ കുറെ ആൾക്കാർ കളിയാക്കിയ ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും താഴെ തട്ടുന്നുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളെ കുറെ പേര് കളിയാക്കും. എപ്പോഴും കളിയാക്കല് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം, അമ്മ പുറത്തൊന്നും പോയിട്ടില്ല, പുറമൊന്നും കണ്ടിട്ടില്ല. അപ്പോ ഒരിക്കലൊരു വീഡിയോ വന്നു, അമ്മന്റെ ഹാപ്പിനെസ് എന്താന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അമ്മനെ പുറത്തു കൊണ്ടുപോകാൻ തുടങ്ങി. അമ്മന്റെ ആഗ്രഹങ്ങൾ, അമ്മയ്ക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോ മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ. ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മനെ ഹാപ്പി ആക്കണം എനിക്ക് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ്, മാക്സിമം ഹാപ്പി ആകുക. കുറേ കരഞ്ഞതാണ് എൻ്റെ മുമ്പത്ത്. എൻ്റെ ലൈഫിൽ ഞാൻ എന്താ പറയുക, ആലോചിക്കാൻ പറ്റാത്ത കുറേ മൊമെന്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മനെ എത്ര ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. അമ്മയ്ക്ക് കളി കാണണമെന്ന് പറഞ്ഞു ലാസ്റ്റ് ടൈം. അവിടെ നമ്മുടെ കല്ലൂര് വന്ന് കളിയൊക്കെ കണ്ടു. ഇനിയിപ്പോ 1-2 ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ നടത്തി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടിയിൽ നിൽക്കുന്നത്. പിന്നെ അമ്മ പറഞ്ഞോട് 2026 ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്തായാലും ചെയ്യും. സെറ്റായ സെറ്റൊക്കെ പിടിച്ചാ ഈ വർഷം എന്തായാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും ചെയ്യും. കല്യാണം സെറ്റായി അമ്മ അല്ലേ? അമ്മ സപ്പോർട്ട് ചെയ്യും. അമ്മ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഉഷാറാണ്. വേറെ ഒന്നുമില്ല. എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? നോക്കണം, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങോട്ട് നോക്കണ്ട, നോക്കണ്ട, കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മ ഒന്നും വിട്ടു പറ. നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നേ. അമ്മ സെറ്റ് ചെയ്ത് വെച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വന്നേന്ന് തോന്നില്ല. നോക്കണം, നല്ലൊരു കുട്ടിനെ നോക്കിട്ട് നോക്കണല്ലേ. കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇങ്ങനത്തെ ആള് വേണം എന്നൊക്കെ ഉണ്ടാ? അങ്ങനൊന്നുമില്ല. എന്തായാലും നമുക്ക് ചിലപ്പോ വീഡിയോ ഇറങ്ങുമ്പോ കുറെ ഫാൻസ് ഉണ്ട്. ആരെങ്കിലും സെറ്റ് ആയാലോ. നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ല, ഞങ്ങള് 2 ആളല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ പോലെ തന്നെ, ഞങ്ങളുടെ ഒരു മകളിനെ പോലെ, എന്റെ ഒരു മകളിനെ പോലെ എന്റെ മകൻ എങ്ങനെയാണോ അതുപോലെ ഒരു മകളായിട്ട് കിട്ടണം. പിന്നെ അത്ര തന്നെ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. അപ്പൊ എങ്ങനെയായാലും കിട്ടുന്ന ലക്കി ആയിരിക്കും ഇത്ര അടിപൊളി ഫാമിലിയിലോട്ട് വരുന്നത്. പിന്നെ ഈ പൂരപ്പറമ്പ് എന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വായ നോക്കുന്ന വീഡിയോ. അത് സത്യമാണോ? ഞാൻ ഈ സംഭവം ഈ ഇന്റർവ്യൂക്ക് മുന്നേ ഞാൻ അവരോട്ട് കണ്ടു. ഞാൻ 5-6 വട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ. നന്നായിട്ടുണ്ടായിരുന്നു. ശരിക്കും കപ്പിള് പോകുമ്പോൾ മായ നോക്കിയതാണോ? എന്താ സംഭവം? എന്താ അത് സംഭവമൊന്നുമില്ല. സംഭവം കപ്പിൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് അപ്രതീക്ഷിതമായിട്ട് നോക്കിയതാണ്. ഞാൻ എന്താ പറഞ്ഞാൽ, ഞങ്ങൾ അവിടെ നിൽക്കുന്ന വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഷൂട്ട് ചെയ്തത്. അതായത് ഇങ്ങനെ വരുന്ന ആ കുറച്ച് സെക്കൻഡേ ഉള്ളൂ, ഒരു 6 സെക്കൻഡ് എങ്ങോട്ടുള്ളൂ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു വരവ് വന്നു. അപ്പൊ ഞാൻ അറിയാണ്ട് നോക്കിപ്പോയി. പിന്നെ അറിയാം അവരിനെ കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് പോയി കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെ ഒറ്റ ടേക്കിലെടുത്ത വീഡിയോ. ഇങ്ങനെയാണ് ആള്? അങ്ങനെയൊന്നുമല്ല, ഞാൻ കാര്യം പറയുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ആയല്ലേ?
ആടെ വായി നോക്കിയാണോ? അല്ല വായി നോക്കിയൊന്നും അല്ല. അതുപോലെ പൂരപ്പറമ്പ് നമ്മൊരു എന്താ പേരതിന്റെ? പൊരിയാന്നോ അല്ല. ബൈനോക്കുലറോ? ആ ബൈനോക്കുലർ. ആ. അത് വെച്ച് നോക്കുന്നതൊക്കെ ഇല്ലില്ല, അത് നമുക്ക് വീഡിയോക്ക് വേണ്ടി ചെയ്തു. വീഡിയോ കൊണ്ട് ചെയ്ത് അങ്ങനെ എല്ലാം കൂടി എന്റെ തലയിൽ കൊണ്ടുവരുന്നത്. അത് കാര്യം പറയാമ നോക്ക്, അമ്മ ഒന്നും വിടുന്നില്ല. പറയണി മകള്. നമുക്ക് മനസ്സിലായില്ല പറയണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ തോന്നുന്നു. കാര്യം മനസ്സിലാകണ്ട, നിങ്ങൾ അത് പറ, ഒന്നും കൂടി പറ, ചോദിക്കി. അതായത് ബൈനോക്കുലർ ഒക്കെ വെച്ച് നോക്കുന്നുണ്ടല്ലോ, പെമ്പിളർ നോക്കുന്നതായിരിക്കില്ല ഉറപ്പായിട്ടും അല്ലേ? അത് വീഡിയോക്ക് വേണ്ടി ചെയ്താണ്. ശരിക്കും അങ്ങനെയാണോ? അല്ല കുരുത്തക്കടൊക്കെ ഉണ്ടാ മോന്? ഇല്ല ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന? ഇല്ല ചെറുപ്പത്തിലൊക്കെ നല്ല കുട്ടിയാണ്. ഇങ്ങനെയൊക്കെ ഒരു അമ്മ പറഞ്ഞ ഭാഗ്യം. എന്റെ അമ്മയോടൊക്കെ ചോദിച്ചാൽ എന്റെ അമ്മ മൊത്തം മോശമേ പറയുള്ളൂ. അല്ലല്ല, ഞാൻ നല്ല കുട്ടിയാണ് എപ്പോഴും, ചെറുപ്പം തൊട്ടേ. അതെ. എന്നെ എല്ലാവരും അങ്ങനെ പറയും, എന്റെ മാമ. ചെറുപ്പം തൊട്ടേ നല്ല കുട്ടിയാണ്. ഓക്കെ, പിന്നെ അമ്മേന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ 2026 എത്തിക്കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്യണത് ആഗ്രഹം? മോനോട് പറഞ്ഞിട്ടില്ല ഒരു ആഗ്രഹം എനിക്ക് ഇതൊക്കെ ഉണ്ട്, എനിക്ക് കലൂര് പോയിട്ട് ക്രിക്കറ്റ് കാണണം, അങ്ങനൊക്കെ കുറെ പറഞ്ഞു. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്താ? ഈ വണ്ടർലൈൻ ട്രിപ്പ് ആഗ്രഹം തന്നെയാണോ? ഇല്ല, അത് അപ്രതീക്ഷിച്ച ഒരു പ്ലാനിങ്. ഇന്ന് വണ്ടറിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എന്താ വേറെ എന്തെല്ലാം ആഗ്രഹം? എന്താ ചോദിച്ചാ, ഉണ്ണി എന്താണോ പറയുന്നത് അതിലൂടെ അങ്ങനെ പോണു. അതൊക്കെ തന്നെയാണ് എന്റെയും സന്തോഷം. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. അവൻ എന്താണോ പറയുന്നത് അതാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതാണ്, അതുകൊണ്ട് അവൻ എന്താണോ പറയുന്നത് ആ രീതിക്ക് തന്നെയാണ്. അതാണ് എൻ്റെ സന്തോഷം. പിന്നെ അതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ണീന്റെ ഐഡിയയിലാണോ വീഡിയോ എടുക്കലേക്ക് അമ്മേന്റെ ഐഡിയയിലാണോ വീഡിയോ എടുക്കുന്നത്? എന്റെ ഐഡിയ കുറച്ച് ഐഡിയ ഉണ്ടാവും, പിന്നെ അമ്മയ്ക്ക് അമ്മേന്റേതായ കുറച്ച് ഐഡിയ ഉണ്ടാവും. അമ്മയ്ക്ക് അമ്മന്റെ ഡയലോഗുകൾ ഭയങ്കര ഹിറ്റാണ്. മറ്റേതെന്താണ്, കോഴിമുട്ടയ്ക്ക് തൊപ്പ വലിക്കല്. കോഴിമുട്ടയില്ലേ, അതിന്റെ തൊപ്പ പറഞ്ഞ ഈ തൂവലുണ്ടാവും, അത് വലിക്കില്ല. അതായത് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്തേ, നീ എന്താടാ മിണ്ടാണ്ടിരിക്കണ്, എനിക്ക് എന്താ പണി, കോഴിമുട്ടയ്ക്ക് തൊപ്പ വലിക്കലാണോ എന്ന് പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അമ്മന്റെ ഓരോ കിറ്റ് സാധനങ്ങളുണ്ട്. അമ്മ കുറച്ച് ഡയലോഗ് പറഞ്ഞ എന്തൊക്കെയാ? പറ ആ സാധനം പറ. കോഴിമുട്ടക്ക് തൊപ്പ വലിക്കല്ലേ, വേറെ എന്തൊക്കെയാ പറ. അതുപോലെ എന്തൊക്കെയാണെന്ന് അങ്ങനെ കുറെ എന്തൊക്കെയോ ഡയലി ഇല്ലേ, എന്താണ് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടണ്ടേ, എന്തേലും ഓർമ്മ വരുന്നത്? പിന്നെ അതുപോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, എന്റെ മോന് രാത്രി ഫുൾ മെസ്സേജ് അയക്കും, രാത്രി മുഴുവൻ കുണുകുണു കുണുകുണു കുണുകുണു. അതൊന്ന് പറഞ്ഞേ. രാത്രി മുഴുവൻ ഫോണില് കുണുകുണു 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 പറഞ്ഞിട്ട് അമ്മ ടെൻഷനായിട്ട് കുണുകുണു കുണുകുണു പറയാൻ കിട്ടായിരുന്നു. ശരിക്കും കുണുകുണുണ്ടാ? ഇല്ല നമുക്ക് നിങ്ങളെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കുറെ ഭാഷകളൊക്കെ ഉണ്ടാവില്ലേ, അതാണെന്ന് തോന്നുന്നു കൂടുതൽ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് അല്ലേ? അല്ലാതെ അത് എപ്പോഴും സംസാരിക്കുന്ന രീതിയാണോ അതല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണോ? ഇല്ല നമ്മുടെ വീടിന്റെ അവിടെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരിക്കുള്ളൂ. എന്താ പറയുക, നമ്മുടെ അടുത്ത ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്താ ഉണ്ണിയെ ചോദിച്ചാലേ മനസ്സിലായി. അങ്ങനെ സംസാരിച്ചേ കുറച്ച് സമയം അങ്ങനെ എന്താണ്ടാ മകനെ നിങ്ങൾ പറയുന്നു, എന്നോടും പറയുന്നു എന്താ മകനെ, എന്റെ മകൻ എന്താ ചെയ്യണ്, ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണേ. എന്താണ് എന്താണ് സൈലന്റ് ആയിരിക്കുന്നു. നിങ്ങളെ നെന്മാറ അതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. നന്മാറ വല്ലെങ്കിൽ വേലയാണ് മകനെ, എന്റെ മകൻ വേലക്ക് വാട്ടാ. അങ്ങനെയല്ലേ നമ്മാറ വല്ലെങ്കിൽ വേലയാട്ടി മകളെ, നേരത്തെ കാലത്തെ ബാട്ടറി മകളെ. എന്താണ്ടി മകളെ, നീ കണ്ടിട്ടുണ്ടോ നീ വേല? സീനാണ്ടി മകളെ, പടക്കം കൊണ്ട് കിണു കിണെന്ന് പൊട്ടിക്കും അവിടെ. സീനാണ്. നീ വന്നിട്ടില്ലല്ലോ നേരത്തെ കാലത്തെ. വാ അമ്മ പറഞ്ഞ എങ്ങനെ എന്തിനു ടെൻഷൻ? അമ്മേന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല എത്ര ഫാൻസ് ഉള്ളത്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആരും കണ്ടിട്ട് പോലും ഉണ്ടല്ലോ. മേ ബി ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു ആങ്കർ ഉണ്ടെന്ന് പോലും ആൾക്കാർ അറിയുന്നത്. ഇഷ്ടപ്പെട്ടിട്ട് അമ്മ പറ, എന്തെങ്കിലും പറ. എനിക്ക് ഇഷ്ടം അമ്മ. ഞാൻ ഇത് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ അമ്മേന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണാറുണ്ട്, സംസാരിക്കുന്ന രീതിയില്ലേ ഭയങ്കര രസമാണ്. എന്ത് രസാന്നറിയോ? ഞാൻ ഇത് പൊക്കുന്നേരല്ല, സീരിയസ്ലി ഉള്ളതാണ്. ഞാനും പറയുന്നുണ്ടല്ലോ, ഉള്ളതാണ്. പറയ്, എന്താ പറയാ, എന്തെങ്കിലും പറ. നിങ്ങൾ ഇങ്ങനെ ഇന്ന് വന്നില്ല, ഇങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു രാവിലത്തെ? നിങ്ങൾ വന്ന നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വരുന്നുണ്ടാ? നമുക്കറിയോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ? അതെന്ന് വെച്ചാൽ ഒരാള് വെറുതെ ഇപ്പോഴത്തെ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ്. രാവിലെ ഞാൻ ചോറുന്ന് ചായ കുടിച്ച് ഞാൻ ഇന്ന് ആലുവക്ക എറണാകുളത്ത് വരുത്താണ് വന്ന് ഇങ്ങനെ ഒരു ഫുൾ നമ്മൾ ഒരു ദിവസത്തെ ഫുൾ കഥകൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതുപോലെ അമ്മ ഇന്ന് വന്ന കഥ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഭാഷ പറയണം.
രാവിലെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ് അങ്ങനെല്ലാം പറയില്ലേ? അങ്ങനെ പറഞ്ഞു. പറയും. രാവിലെ നേരത്തെ വന്നു. 7 മണിക്ക് അവിടെ നിന്ന് എണിച്ച് പുറപ്പെട്ടു. കുളിയൊക്കെ കഴിഞ്ഞു. ചായ കുടിച്ചു. എന്നാ പിന്നെ? ചായ കട്ടൻ ചായയാണ് കുടിച്ചത്. കുടിച്ചു. 7:30 അവിടെ നിന്ന് വന്നു. ഇവിടെ എത്തി. ഇവിടെ നിന്ന് വന്ന് കഴിച്ചു. വരുന്ന സമയത്ത് കുറെ ദിവസം മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പ് അല്ലേ? 4 ദിവസം മുമ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉള്ളത് പ്ലാനിങ് ഒക്കെ? ഇവന്റെ പ്ലാനിങ് എന്താണെന്നൊന്നും അറിയില്ല. ഇന്നലെയാണ് പറഞ്ഞവര് എറണാകുളം പോണം പറഞ്ഞു. അങ്ങനെ ഇന്നലെയാണ് അറിഞ്ഞ്. അങ്ങനെ ഇന്ന് രാവിലെ നേരത്തെ എണിച്ച് കുളിച്ച് റെഡിയായി ചായ കുടിച്ചു. അവിടെ നിന്ന് വന്നു. ഇതവിടെ വന്ന് കൊറേ ഇടയെത്തി കഴിച്ചു. അങ്ങനെ കഴിച്ചു തന്നെയാണോ പറയുന്നത്? ചോറുണ്ടു പറയും. അമ്മ എന്തിനു കഴിച്ചു എന്നൊക്കെ ബേജാറായിട്ടാണ്. ദോശ കഴിച്ചു. ചോറുണ്ടു, കുടിച്ചു, അങ്ങനെ വെള്ളച്ചോറുണ്ടു. പാലക്കാട് തന്നെ മാനം കാക്കുന്നീ വെറുതെ. വെള്ളച്ചോറും ചമ്മന്തിയും കഴിച്ചു. വെള്ളച്ചോറും ചമ്മന്തിയും കൊണ്ടു. നിങ്ങൾ രണ്ടും മാത്രമുള്ള ഒരു ഫാമിലി ആണല്ലോ. അപ്പോ നിങ്ങളെ ഹാപ്പിനെസ് നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ്സിന് എല്ലാവർക്കും ഉണ്ട് അവരുടെ ഹാപ്പിനെസ്സിന് പുറകിൽ ഒരു സങ്കടവും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യം നമ്മൾ പറയാറില്ല. പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അച്ഛനുമായിട്ടുള്ള ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ശരിക്കും അത് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ലൈഫ് പിന്നോട്ടുള്ള സാധനം ആഗ്രഹിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് സംഭവം ആളുടെ സിറ്റുവേഷൻ കൊണ്ടാണ് അങ്ങനെ ആയത്. ഇവര് തമ്മിൽ ലവ് മാരേജ് ആണ്. അതിലാണ് എനിക്കൊരു ആ സ്കോപ്പ് ഉള്ളത്. എന്തെങ്കിലും നമുക്കും അങ്ങനെ ആവുമല്ലോ എന്നുള്ള സ്കോപ്പ് ഉള്ളത് കൊണ്ടാണ്. അമ്മ വിളിച്ചോടി കല്യാണം കഴിച്ചാണ്. വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ. ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ്. അപ്പോ അങ്ങനെ വന്ന് എന്റെ 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ടാണ്. അച്ഛൻ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ആള് കുറച്ച് മദ്യപിക്കും, അതാണ് കുറച്ച് സീന്. കുടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് കുറച്ച് ദേഷ്യപ്പെടും, തല്ലും, അമ്മനിക്കിട്ട് അടിക്കും. അതൊക്കെ നമ്മള് നേരിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മ ഒരു എന്താ പറയാ, ആ ഒരു ലൈഫിൽ നിന്ന് കുറച്ച് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടി. അമ്മയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ കുടിച്ചു വന്നു കഴിഞ്ഞാൽ അടിയാ, നല്ല അടി അടിക്കും. അടി പറഞ്ഞാൽ ആ അടി കണ്ടാൽ നമ്മ താങ്ങൂല. ഇപ്പോൾ അമ്മയാണെന്നോ മകനാണെന്നോ ഒന്നും നോക്കില്ല അച്ഛൻ. അപ്പൊ അങ്ങനെ അടിക്കും. പക്ഷെ ആള് തിന്നാനും കുടിക്കാനൊക്കെ വാങ്ങിത്തരും. പൊള്ള നിറയെ തിന്നാൻ വാങ്ങിത്തരും. എന്നിട്ട് തിന്നു കഴിഞ്ഞാൽ പിന്നെ അടിയാ. കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്ത പക്ഷം അച്ഛൻ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമൊക്കെയാണ്. പിന്നെ അമ്മ നന്നായി കഷ്ടപ്പെട്ടു. ശരിക്കും പറയാം, അമ്മ നന്നായി കഷ്ടപ്പെട്ടു. അടിയൊക്കെ കൊണ്ട് അമ്മ ഇങ്ങനെ പതഞ്ഞ് നടക്കുന്നു. അതായത് എൻ്റെ ലൈഫിൽ നിന്ന് ശരിക്കും എൻ്റെ അമ്മ മിസ്സാകാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ അസ്മാരത്തിനൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ തല്ലിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അമ്മ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയ സമയത്ത് അമ്മ അന്ന് ഗർഭിണിയായിരുന്നു. അപ്പോൾ എനിക്കൊരു അനിയത്തി കൊച്ച് ഉണ്ടായിരുന്ന ചാൻസ് ഉണ്ടായിരുന്നു. അന്നത് എനിക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് മിസ്സായി. എന്താ പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഞാൻ പറയടിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ എനിക്കൊരു പെങ്ങള് മറ്റുള്ളവർ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരിതാണ്. എന്താ പറഞ്ഞാൽ ഏതെങ്കിലും പെങ്ങന്മാരിനെ കാണുമ്പോൾ, വേറെ ആരും കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് എപ്പോഴും. എന്താ പറയാ, എനിക്കില്ലാലോ എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ അമ്മന്റെ ലൈഫ് അന്ന് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ശരിയായി. ഇല്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സെറ്റായി. അന്നും ഞാൻ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാർ അങ്ങനെ വലിയ സപ്പോർട്ടില്ല, എന്നാലും കുറച്ച് അമ്മമാര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി അമ്മൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു ഏകദേശം നല്ല സപ്പോർട്ട് ചെയ്തത്. അമ്മൻ്റെ വീട്ടുകാർ തന്നെയാണ്. അവര് തന്നെയാണ് അമ്മന്, ഇല്ലെങ്കിൽ മാമ്മമാരും കുറച്ച് പേര് അമ്മനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ അങ്ങനെ അമ്മൻ്റെ വീട്ടിക്കൊന്നും അങ്ങനെ പോകാറില്ല. പിന്നെ അച്ഛൻ 2013 അച്ഛൻ ആക്സിഡന്റിലാണ് മരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മൻ്റെ വീട്ടിലേക്ക്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മേമയാണെങ്കിലും മെമ്മരാണെങ്കിലും അമ്മമ്മയാണെങ്കിലും മാമ്മമാരാണെങ്കിലും എല്ലാത്തിനും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ 20 ജേണി ഇങ്ങനെ കാണിച്ചു തുടങ്ങി. പിന്നെ നമുക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല, തറവാട്ട് വീട്ടിലായിരിക്കുന്നത്. അമ്മായിമാരെ ഒപ്പിട്ട് എൻ്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റായി. പിന്നെ വീട്, ഒരു ലൈഫ് മെഷീൻ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നല്ല എണിച്ചു വന്നു പാവം. അതുകൊണ്ട് എല്ലാം കണ്ടു വളർന്നുകൊണ്ട് അമ്മനെ മാക്സിമം എത്ര ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആക്കുള്ളൂ മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. തിരിച്ചു പോകാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരും ചോദിക്കുമല്ലോ, കുട്ടിക്കാലത്തിലേക്ക് നിനക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ സന്തോഷമല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ അമ്മനെ കൂടി ചോദിച്ചാൽ അമ്മ അങ്ങനെ പറയുള്ളൂ. ഇല്ല,
എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇങ്ങനെ നമ്മളിപ്പം ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നത് കൊണ്ടും 4 ആൾ അറിയുന്നത് കൊണ്ടും ഈ ഒരു ലൈഫ് പുറത്തറിയുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെ അറിയാത്ത കുറേ ഫാമിലി ഉണ്ടായി ഈ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും. പക്ഷെ നടന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിലും അമ്മേൻ്റെ കൂടെ ഒരു മോനുണ്ടായിരുന്നു, അമ്മേൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളെ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഈ ഹാപ്പിനെസ് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശരിക്കും ഈ കരഞ്ഞിരിക്കുന്നത് നിങ്ങളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കില്ല. എന്താ വെച്ചാൽ ഇപ്പം എന്നോടും ആൾക്കാർ ഇനി ചിലപ്പോൾ ഈ കമൻറ്റിന് ഈ വീഡിയോൻ്റെ താഴെ ചിലപ്പോൾ കമൻറ്റ് ഇടും, എന്തിനാണ് അമ്മേനെ മോനെയും കരയിപ്പിച്ചെന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റ് ഇടും അല്ലേ. സോ അപ്പോൾ നിങ്ങളെ ആ ഒരു വിഷമം എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും വിഷമമായി പോയി. പക്ഷേ എല്ലാവരുടെ ലൈഫിലും ഉള്ള സംഭവങ്ങളാണ്, പക്ഷെ ആരും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷെ അതിനുശേഷവും നിങ്ങളെ ഈ അമ്മേനെ ഇത്രയും സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു മോന്, അതുപോലെ മോനെ അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മ. കാര്യം യൂഷ്വലി നമുക്ക് കാണാൻ പറ്റും ഒരു ഏജ് കഴിയുമ്പോൾ അമ്മയും മോനും തമ്മിലുള്ള സ്നേഹബന്ധം മനസ്സിലുണ്ടാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യില്ല അല്ലേ. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്കിപ്പം ഒരു ഉമ്മ കൊടുക്കണം തോന്നിയാൽ ചെയ്യും. ഒരു വയസ്സായി കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും അയ്യോ ആൺകുട്ടികൾ അമ്മക്ക് ഉമ്മ കൊടുക്കുന്നത് തെറ്റാ, പെൺകുട്ടികൾ അച്ഛനും ഉമ്മ കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ തെറ്റാണെന്നല്ല, നമുക്കിതൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ടല്ലോ, ഇല്ലേ? പൊതുവെ ഉണ്ടാവില്ലേ? ഇത്തിരി മുതിർന്നവരാകുമ്പോ അതിനനുസരിച്ച് മാറി നിൽക്കണം എന്നുള്ളൊരു ഉണ്ടല്ലേ. അമ്മേന്റെ ഭാഷയിൽ പറ, മുതിർന്നവരെന്നൊക്കെ പറയുന്നത് ഞാൻ ഇത്തിരി കുട്ടികൾ വലുതായ അച്ഛനും അമ്മന്റെ അടുത്ത്, പെൺകുട്ടികൾ അച്ഛന്റെ അടുത്ത് പോകാൻ പാടില്ല, ആൺകുട്ടികൾ അമ്മന്റെ അടുത്ത് പോകാൻ പാടില്ല എന്നുള്ളതിലൊക്കെ ഉണ്ടല്ലേ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്. പക്ഷെ നമ്മള് പെരുമാറുന്നതല്ലേ നമ്മുടെ അങ്ങനെ ഇല്ല, നമ്മളങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ അമ്മയല്ലേ, പിന്നെ ആരും മടിക്കണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ 10 പേര് മുമ്പ് വെച്ചിട്ട് നമ്മുടെ അമ്മയ്ക്ക് ഒരു മുത്തം കൊടുക്കാൻ നമുക്ക് പറ്റില്ല പറഞ്ഞ പിന്നെ അതിൽ എന്തെന്നാ ഉള്ളത്? ചെറുപ്പത്തിൽ തൊട്ട് നമ്മളെ ഏറ്റി പിടിച്ച് പൊക്കി പിടിച്ച് എത്ര കാലം നമ്മളെ നോക്കിയവരാണ്. പിന്നെ നമ്മളവര് നോക്കണ്ടേ? നമ്മളവര് നോക്കണം, പൊന്നു പോലെ നോക്കണം. ഇവരെ ഉണ്ടാവുള്ളൂ. ഞാൻ പറയട്ടെ, എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി, ആരൊക്കെ വന്നാലും പോയാലും ശരി, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒറ്റ ആളുണ്ടാവുള്ളൂ. അത് സീരിയസ്ലി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും കേട്ടോ. ചില സമയത്ത് ഇപ്പൊ നമ്മൾ വയ്യാണ്ട് കിടന്ന എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ വയ്യാണ്ട് കിടന്നാൽ ഓടി എത്തുന്നത് ആരായിരിക്കും? ഫസ്റ്റ് അമ്മ തന്നെ ആയിരിക്കുള്ളൂ. അതിപ്പോ നമ്മൾ അത്രയും സീരിയസ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ പൊന്നു പോലെ നോക്കാൻ ഒരാൾക്ക് പറ്റുള്ളൂ, അമ്മയ്ക്കേ പറ്റുള്ളൂ, അത് വേറെ ആർക്കും പറ്റില്ല. അപ്പൊ എല്ലാം ഈ മക്കൾ ഈ സ്നേഹം ഉള്ളിൽ സ്നേഹം വെക്കുന്ന മക്കളൊക്കെ എക്സ്പ്രസ് ചെയ്യണം. പറയണം. ഞാൻ പറയട്ടെ, ഒരാൾക്ക് സ്നേഹമുണ്ട്, എനിക്കിപ്പോ നിങ്ങളോട് സ്നേഹമുണ്ട്, എനിക്കിപ്പോ നിങ്ങളോട് സ്നേഹമുണ്ട്, ഞാൻ നിങ്ങളോട് തുറന്നു അറിയില്ല പറഞ്ഞാൽ അറിയില്ല. അതങ്ങനെ ഒരാളുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും എന്നോട് പറയും അല്ലെ? ഞാൻ ഒന്ന് അങ്ങനെ അമ്മയോട് ചോദിക്കട്ടെ, ഇത് ഞാൻ നമ്മള് പേഴ്സണൽ അല്ലേ, അത് പിന്നെ കഴിഞ്ഞിട്ട് പറയാം. അല്ല, കാര്യമുള്ളത് ഞാൻ പറയട്ടെ, സ്നേഹമുള്ള കാര്യമാണെങ്കിൽ അത് ഓപ്പണായി പറയണം. എനിക്ക് അതായത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റണം. അല്ലാണ്ട് നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എല്ലാരും പറയുന്നത് അറിയോ, നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകത എന്താ അറിയോ, എന്റെ മേലെ സ്നേഹമുണ്ട്, അവൻ കാണിക്കില്ല, പക്ഷെ എന്റെ മേലെ സ്നേഹമാണ്. അങ്ങനെയല്ല, നമ്മൾ ഉള്ളത് പ്രകടിപ്പിക്കണം. അല്ലാണ്ട് അങ്ങനെ ഒരാൾക്ക് സ്നേഹം അറിയാം, ഒരാൾക്കും അറിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രകടിപ്പിക്കാൻ പഠിക്കുന്നു. ഇപ്പൊ ഉണ്ണീന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏതാ അമ്മക്ക് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ അമ്മ ഭയങ്കര ചോദിച്ചാന്നൊക്കെ പറയുന്നത്, ചോദിച്ച കാര്യം പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒന്നും അറിയില്ല. എന്റെ അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും അത് മാത്രം അറിയുള്ളൂ. പറയമ്മ, എന്റെ ഏറ്റവും കൂടുതലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ ഇഷ്ടം എങ്ങനെയാണെന്ന് ചോദിക്കും. ഉമ്മ ഇരുന്നാ തോന്നല്ലേ? നിങ്ങൾ അധികം വീഡിയോസിൽ ഉമ്മ കൊടുക്കും അല്ലെ? ഇത് 4 ആൾക്കാർ കണ്ടോട്ടെ ഒരു ഉമ്മ കൊടുക്കുന്നത്. ചില അമ്മമാർക്ക് മക്കൾ ഉമ്മ കൊടുക്കാണ്ടൊക്കെ കയറുണ്ടല്ലോ, നിങ്ങളൊന്നും കൊടുക്കോ? ഞാൻ എനിക്ക് ഉമ്മ തരാണ്ടിരുന്നാലേ ഞാൻ പോയി ചോദിക്കും, എന്താ അമ്മ എനിക്ക് ഉമ്മ തരില്ല. ഇവര് അമ്മയില്ലേ, എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, എന്റെ അമ്മ വേറെ ആരും കൊഞ്ചിനാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യമായിട്ട് പറയാണ്, അതപ്പോ ആരാണ്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന ആരാണ് ശരി, പെൺകുട്ടിയാണെങ്കിൽ പോലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാള് വേറെ ആളെന്നുണ്ട് ഇഷ്ടപ്പെടാണ്, പിന്നെ അവരും കൂടെ സംസാരിക്കണം പോലും എനിക്ക് ഭയങ്കര ഈഗോ അടിക്കും. എനിക്ക് കാര്യത്തിൽ എന്റെ അമ്മയല്ലേ എന്നെ സ്നേഹിക്കാണ്ട് വേറെ അങ്ങനെ ചെയ്യലുണ്ടോ? ദേഷ്യം വരുമ്പോ അമ്മ അങ്ങനെ ചെയ്യോ? ഇല്ല, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാണ്ട് ചെയ്യും. പക്ഷെ അങ്ങനെ അറിയാം, അവന്റെ മുമ്പിൽ വെച്ച് വേറെ ഒരാളിനെ സ്നേഹിക്കുന്നത് അവന് ഇഷ്ടമല്ല. അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ദേഷ്യം വരുമ്പോ അമ്മ അങ്ങനെ കാണാണ്ടൊക്കെ ചെയ്യോ? അങ്ങനെ എന്റെ അമ്മ എന്റെ അമ്മ പാവം. പിന്നെന്താ, എന്റെ അമ്മയ്ക്ക് ഇല്ലാത്ത ഉമ്മയാ, എനിക്ക് മാത്രം ചെല്ലിക്കട്ടെ, ഞാൻ കൊടുത്തു അത്രേ ഉള്ളൂ, കാര്യമൊന്നുമില്ല.